നമസ്കാരം, ഞാൻ മൃണാൾ. പൊറോട്ടയ്ക്കും ബീഫിനും പേരുകേട്ട കടയാണ്. ഹൈവേന്ന് കുറേ ഇങ്ങോട്ട് വരണം. എന്നാലും എല്ലാ സാധനവും ഓർഡർ ചെയ്തിട്ടുണ്ട്. ദാ വരുന്നു. നല്ല മണമുള്ള പൊറോട്ട, ബീഫ്, ചിക്കൻ മസാല, മട്ടൻ്റെ ഗ്രേവി, ഒപ്പച്ച ചായ. ഈ മട്ടൻ്റെ ഗ്രേവിയും ആ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് വാരിയതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ബീഫിന് വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരൊക്കെ വരുന്നത്. വേറെ ഏതെങ്കിലും ബീഫുണ്ടോ? ഇത് തന്നെയാണോ അവിടുത്തെ ബീഫ്? തീർന്നു പോയതല്ലോ. ബാക്കിയില്ല. ഇത് ബാക്കി കൊള്ളൂല. റോസ്റ്റ് ഉണ്ടായിരുന്നത് കഴിഞ്ഞു എന്നാ പറയുന്നത്. ആ ഓർഡർ ചെയ്യുന്ന ആളൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബീഫ്, ഇത് വേറെ ബീഫാണ്, ഒറിജിനൽ ഇവിടുത്തെ നല്ല സാധനം തീർന്നു പോയി. ഒരു വാക്ക്. ഈ ഗ്രേവിയിലെ മട്ടൺ ഗ്രേവി പോരാ, ബീഫ് പോരാ, ചിക്കനും പോരാ. ബീഫ് റോസ്റ്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ബീഫ് റോസ്റ്റ് അതായിരിക്കണം ഇവിടുത്തെ താരം. നല്ല ചായ. പൊറോട്ടയ്ക്ക് ഒരു ഗംഭീരം മണമുണ്ട്. പൊറോട്ടയും ഒരു ആവറേജാണ്. ഇതിനകത്ത് പീസുണ്ടല്ലോ. ഉറപ്പായിട്ടും ആ ബീഫ് റോസ്റ്റ് ആയിരിക്കണം തരം. %100%. ഇതെല്ലാം തോൽവിയാണ്. ലൈറ്റ് ചായ പക്ഷെ നല്ല. ഇങ്ങനെ വൻ പ്രതീക്ഷയോടെ വന്ന നമ്മൾ അവനടുത്ത സ്ഥലം പിടിക്കല്ലേ. ഇച്ഛാഭംഗം. ആ ഓർഡർ എടുത്ത മനുഷ്യൻ വല്ലാത്ത ചതി ചെയ്ത്. പറഞ്ഞാൽ മതിയായിരുന്നു ഇല്ലാന്ന്. ഒരു സാധനം കാണിച്ച് വേറൊരു സാധനം കൊണ്ട് തരിക, വിൽക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു ഡയലോഗുണ്ട്, പക്ഷെ അതാ ഓർമ്മ വരുന്നു. എന്തിനാ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾ കുറേ ദൂരെ നിന്ന് വരുന്നതല്ലേ. ഞാൻ വേറൊരു ദിവസം വരുമായിരുന്നില്ലേ? ഇത്രയും കാലം കാത്തു നിന്നില്ലേ ഇവിടെ വരാൻ? ഇങ്ങനെ ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യരുത്. ആ ചിക്കൻ മസാല എല്ലാം അയാൾ പറഞ്ഞ് നമ്മൾ മേടിച്ചാണ്. എന്തിന്? ഒന്നും കൊള്ളൂല. നോട്ട് അറ്റ് ഓൾ ഗുഡ്.